ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നൊരു കാച്ചി എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു എണ്ണ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ മികച്ചതാണ്. അപ്പൊ ഇനി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാച്ചി എണ്ണ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഭൃംഗരാജിന്റെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ഒരു 6-7 പൂവിന്റെ പെറ്റൽസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് റോസ്മേരി ആണ്. അപ്പൊ റോസ്മേരി ഞാനിവിടെ ഡ്രൈഡ് റോസ്മേരി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് റോസ്മേരി അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം എടുത്തിരിക്കുന്ന ഉലുവയാണ്. അപ്പൊ ഇതൊക്കെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് കുരുമുളകും കുറച്ച് ഗ്രാമ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എണ്ണ തലയിൽ തേക്കുമ്പോൾ അതിന്റെ തണുപ്പടിച്ചിട്ട് കോൾഡ്, തൊണ്ടവേദന അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുരുമുളകും കറിയാമ്പും കൂടി ചേർക്കുന്നത്. പിന്നെ ഈ 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള മിക്ക സാധനങ്ങളും തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്താണ്. അപ്പൊ കറിവേപ്പിലൊക്കെ നിങ്ങൾ പുറത്തുനിന്നാണ് എടുക്കുന്നതെങ്കിൽ, പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ജസ്റ്റ് ഒരു കല്ലുകൊണ്ട് ഒന്ന് ചതച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. എണ്ണ കാച്ചാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മാത്രം ഇരുമ്പിന്റെ ചട്ടി എടുത്താൽ മതി. ഞാനിപ്പോ എനിക്ക് ഉള്ളത് കൊണ്ട് കുറച്ച് ആഡംബരം കാണിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഏതെങ്കിലും ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ ഒരു എണ്ണ കാച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആണ്. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ കോൾഡ് പ്രസ്ഡ് എടുക്കാൻ കാര്യം കോൾഡ് പ്രസ്ഡ് ഓയിൽ എപ്പോഴും ഇത്തിരി ലൈറ്റ് വെയിറ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കും വരിക. അപ്പൊ എന്റെ സ്കാൽപ്പ് ഓൾറെഡി ഓയിലി സ്കാൽപ്പ് ആണ്. അപ്പൊ എനിക്ക് ലൈറ്റ് വെയിറ്റ് ഓയിൽസ് ആണ് എന്റെ സ്കാൽപ്പിന് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കോൾഡ് പ്രസ്ഡ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനൊപ്പം ഞാൻ കുറച്ച് മാത്രം കാസ്റ്റർ ഓയിലും കരിഞ്ജീരക ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാസ്റ്റർ ഓയിലിന്റെയും കരിഞ്ജീരക ഓയിലിന്റെയും ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ സ്കാൽപ്പ് ഓയിലി ആണെന്ന്. അപ്പൊ എന്റെ സ്കാൽപ്പിന് കാസ്റ്റർ ഓയിലൊക്കെ ഇത്ര തിക്ക് ഓയിലാണല്ലോ. അപ്പൊ അത്രയ്ക്ക് തിക്ക് കൺസിസ്റ്റൻസി എനിക്ക് ഫൈനൽ റിസൾട്ടിൽ വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ ഗുണങ്ങൾ കിട്ടുകയും വേണം, എന്നാൽ അധികം തിക്കായിട്ട് പോകാനും പാടില്ല ഓയില്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് അത്രയും മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 25 ml ഒക്കെ മാത്രമേ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. കോക്കനട്ട് ഓയിൽ ഞാനിവിടെ ഒരു 1 ലിറ്ററിന്റെ പൗച്ചാണ് പൊട്ടിച്ചു വെച്ചത്. ഇനി നമുക്ക് ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചട്ടി നമുക്ക് നേരെ എടുത്തങ്ങ് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പൊ സ്റ്റൗവിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. കാരണം അതിനുശേഷം നമുക്ക് ഈ തീ അങ്ങോട്ട് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനിവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫ്ലെയിമിലാണ് ഇട്ട് വെക്കുന്നത്. മന്ദാഗ്നിയിലാണ് ഞാൻ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ഒരു ഓയിലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എല്ലാ പ്രോസസ്സും കാണിക്കുന്നില്ല, കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇനി ഫൈനലായിട്ടുള്ള കാണിച്ചു തരാം. നമ്മുടെ ഓയിൽ ഏകദേശം പാകമായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പാകമായി എന്ന് മനസ്സിലാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓയിലിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ മണ്ണെറിയുന്ന സൗണ്ട് പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടാവും. ഇത് കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും നല്ല കരികരി എന്നുള്ള സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഓയിൽ പ്രിപ്പയർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് സ്റ്റൗവിൽ വെച്ചോണ്ടിരിക്കരുത്, സാധനം കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇറക്കി വെച്ചിട്ട് ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ ഇത് അരിച്ചെടുക്കേണ്ടതുണ്ട്. അരിക്കാനായിട്ട് സ്റ്റീലിന്റെ എന്തെങ്കിലും അരിപ്പയോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു കോട്ടൺ പീസോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. പ്ലാസ്റ്റിക് അരിപ്പ് ഉപയോഗിക്കരുത്, ഒഴുകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓയില് നന്നായിട്ട് ആറിയതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 5-6 വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി പൊട്ടിച്ച് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഈ 2 ബോട്ടിലും പിന്നെ വേറെ വലിയ ബോട്ടിലും കൂടി നിറച്ചിട്ട് എനിക്ക് ഈ എണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കനച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ചീത്തായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കുരുമുളകും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വെയിലുള്ള ദിവസം ഇടക്കൊക്കെ നമുക്ക് ഈ കുപ്പി ഒന്ന് കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഈ ഓയിൽ ചീത്താവാണ്ട് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗ്ലാസ് ബോട്ടിൽ ആയതാണ് എനിക്ക് നേരെ എടുത്ത് വെയിലത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഒഴിച്ച് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലോ മറ്റോ ആക്കിയിട്ട് വേണം വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ഒരുപാട് നാളെ ഈ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറെ നാള് കനച്ചൊന്നും പോവാതെ ലാസ്റ്റ് ചെയ്യും. ഇനിയിപ്പോ നിങ്ങൾക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിലൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനകത്തേക്ക് 5-6 ഡ്രോപ്സ് റോസ്മേരി എസെൻഷ്യൽ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. റോസ്മേരി ഓൾറെഡി നമ്മൾ എണ്ണ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്. സോ ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കമന്റ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.